അപ്പം എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ബാറ്. അടുത്ത ഫെഗ് ഇങ്ങനെ എടുത്തപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ വഴങ്ങി വരുന്നില്ല. കിടക്കുന്ന 3 സ്റ്റോക്കുകാരും ഒരേ സ്ഥലത്തു നിന്നുള്ളവരാണെന്ന്, അവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്നവരുമാണെന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയും. അത് കുരങ്ങന്മാരും ഇരുന്നണക്കാണ്. ഒരു ചോറിങ്ങനെ വായിൽ കൊണ്ടുവരും, നിലത്ത് പോകും, കൊണ്ടുവാരും, നിലത്ത് പോകും. ഈ ചെറിയ രീതിയിൽ മദ്യം കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നുള്ളത്. മദ്യം ഒരു മെഡിസിൻ ആണെന്നാണ് ഡോക്ടർമാരായാലും പറയുന്നത്. എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇനി ഞങ്ങൾ തീരെ വയ്യ. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണ്. കുറഞ്ഞത് ഒരു പാക്കറ്റ് വലിക്കും. പിന്നെ ഈ പറഞ്ഞ കള്ള് കുടിക്കുമ്പോഴും സിഗരറ്റ് വലിക്കും. ഇരുപത്തഞ്ചാം തീയതി ഞങ്ങളുടെ പള്ളി പെരുന്നാളായിരുന്നു. രാത്രി 11:30 മണിക്കാണ് പള്ളിയിലെ ചടങ്ങ് തീർന്ന ആൾ വരുന്നത്. കാത്തിരുന്ന സമയം എൻ്റെ ഫ്രണ്ട്സെല്ലാം പല രീതിയിലും കള്ളു കുടിക്കാൻ പോയി. അപ്പം എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ബാറ്. ഞാൻ ആ ബാറിൽ ചെന്ന് 2 ഫെഗ് മേടിച്ച് ഒരു ഫെഗ് കുടിച്ച് അടുത്ത ഫെഗ് ഇങ്ങനെ എടുത്തപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ വഴങ്ങി വരുന്നില്ല. അതെനിക്കൊരു ഡൗട്ടായിട്ട് തോന്നിയില്ല. പിന്നെ നോക്കിയിട്ട് ആ കൈ വഴങ്ങി വരുന്നില്ല. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് തോന്നി എന്തോ സംഭവിച്ചു. അങ്ങനെ ഞാൻ നടന്ന് ആ മദ്യം കഴിച്ചു റോട്ടിൽ വന്ന് അവിടെ വന്ന് ഒരു സിഗരറ്റൊക്കെ വലിച്ചു. അപ്പോൾ പള്ളിയിൽ നിന്ന് ആൾക്കാർ വരാൻ ഇത്തിരി താമസിച്ച്. അങ്ങനെ അവിടെ നിന്നപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ്റെ മരുമം അങ്ങളെ ചുമ്മാക്കല്ലേ ഒരു ഫെഗ് അടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫെഗ് കൂടി കുടിച്ചിട്ട് ഇവരെല്ലാം പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് നടക്കെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കൂടെ നടക്കുന്ന പെണ്ണുങ്ങളുടെ ബാക്കിലോട്ട് പോകുന്നു. ഇങ്ങനെ അവർ സ്പീഡിൽ പോകുന്നു, ഞാൻ ബാക്കിൽ സ്ലോ ആകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ സംഭവിച്ചു ഇങ്ങനെ വീഴാൻ പോകുന്ന കണക്ക്. എന്നാലും ഞാൻ എൻ്റെ ആ മസിൽ പിടിച്ചിങ്ങനെ നടന്ന് വീട്ടിൽ ചെന്ന് വൈഫിനോട് ഞാൻ പറഞ്ഞു, എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ കൈയൊന്നും പൊങ്ങുന്നില്ല, നീ ഇത്തിരി ഓയിൽമെൻറ്റ് എന്തെങ്കിലും ഇട്ട് തേച്ചതാ. അങ്ങനെ അയാൾ പറഞ്ഞാൽ തന്നെ ഓയിൽമെൻറ്റ് ഇട്ട് തേച്ച് എന്ന്. ഇച്ചിരി കഴിഞ്ഞ് ഫുഡ് കൊണ്ട് വെച്ചുകൊണ്ട് ഞാൻ ആ ഫുഡ് കഴിക്കാൻ പറ്റ പാട് അത് കുരങ്ങന്മാരും ഇരുന്നണക്കാണ്. ഒരു ചോറിങ്ങനെ വായിൽ കൊണ്ടുവരും, നിലത്ത് പോകും, കൊണ്ടുവാരും, നിലത്ത് പോകും. ഈ കൈ ഇങ്ങനെ റൈറ്റിലോട്ട് വഴങ്ങി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പണിയായി. അങ്ങനെ എന്തായാലും ആ ഓയിൽമെൻറ്റ് ഇട്ട് തന്നല്ലേ എന്ന് പറഞ്ഞ് കിടന്നങ്ങ് ഉറങ്ങി. രാവിലെ പള്ളിയിലൊന്നും പോയില്ല. വൈഫ് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകും. ഇങ്ങനെ തന്നെ പറഞ്ഞു, എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കും, ഇനി ഞങ്ങൾ തീരെ വയ്യ. അങ്ങനെ ഉടനെ തന്നെ മരുമോനെ വിളിച്ച് മരുമോൻ കാറും എടുത്ത് വന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വന്ന് ഈ ട്രീറ്റ്മെൻറ്റെല്ലാം തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ കൈക്ക് ഒരു 50% മാറ്റമുണ്ട്. അച്ഛൻ വന്ന സമയത്ത് വളരെ ഡിക്രീസ്ഡ് റെസ്പോൺസിലുള്ള സ്റ്റേറ്റിലായിരുന്നു വന്നിരുന്നത്. ഐ മൂവ്മെൻറ്റ്സ് തീരെ തന്നെ ഇല്ലായിരുന്നു. 2 കൈക്കും നല്ല ബലക്കുറവും ഒരു വളരെ സിക്കായിട്ടുള്ള കണ്ടീഷനിലാണ് വന്നത്. പക്ഷേ സിംറ്റംസ് തുടങ്ങി 4.5 മണിക്കൂറിനുള്ളിൽ തന്നെ എത്തിയത് കൊണ്ട് നമുക്ക് അലീക്കിന് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റി. വളരെ പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കിട്ടുകയും ചെയ്തു. അച്ഛനിപ്പോൾ കൈക്കും കാലുള്ള തളർച്ച മാറിയിട്ടുണ്ട്. ഐ മൂവ്മെൻറ്റ്സ് തിരിച്ച് വന്നിട്ടുണ്ട്. ആൾ സ്റ്റേബിളാണ്. ഞാൻ ഡോക്ടർ ശ്രീകുമാർ, കൊല്ലം ഉപാസന ഹോസ്പിറ്റലിലെ ചീഫ് ന്യൂറോളജിസ്റ്റാണ്. ഈ ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. 3 രോഗികൾ അടുത്തടുത്ത ദിവസങ്ങളിൽ സ്ട്രോക്കായി ICUവിൽ വന്നു. അതിലൊരാൾ 1.5 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേർന്നു. ബാക്കിയുള്ളവരൊക്കെ അടുത്ത ദിവസമാണ് എത്തുന്നത്. ഈ സ്ട്രോക്കിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പറയും, ടൈം ഈസ് ബ്രെയിൻ, ടൈം ഈസ് ടിഷ്യൂ എന്ന് പറയാറുണ്ട്. ആ മെസ്സേജ് ആളുകളിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ, ഒരു വശത്തേക്ക് മുഖം കൂടുക, ഒരു വശത്തിന് ബലക്കുറവ് വരിക, സംസാരിക്കാൻ പ്രയാസം അനുഭവപ്പെടുക, കണ്ണിൽ ഇരുട്ട് കയറുന്നതായിട്ട് കട്ടൻ വീഴുന്ന പോലെ തോന്നുക, ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് എത്ര ബോധവൽക്കരണം നടത്തിയിട്ടും ആളുകളിൽ അത് എത്തിച്ചേർന്നിട്ടില്ല എന്ന് വേണം കരുതാം. പക്ഷേ ഇവർ 3 പേരിലെ ഒരു ആകസ്മികത എന്ന് പറയുന്നത്, ഇവർ 3 പേരും സുഹൃത്തുക്കളാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതിലാണ്. അന്നേരം ഒരാൾ അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്തപ്പോൾ മറ്റേ ആൾ രാത്രിയിൽ തെറി വിളിക്കുന്നതിൽ നിന്നാണ് തിരിച്ചറിയുന്നത് ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണെന്നും. അടുത്തടുത്ത കട്ടിലുകളിൽ കിടക്കുന്ന ICU കിടക്കുന്ന 3 സ്റ്റോക്കുകാരും ഒരേ സ്ഥലത്തു നിന്നുള്ളവരാണെന്നും, അവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്നവരുമാണെന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയും. എൻ്റെ പേര് സ്റ്റീഫൻ യോഹന്നാൻ. ഞാൻ തങ്കശ്ശേരിയിൽ താമസിക്കുകയാണ്. ഞാൻ തീരദേശ മേഖലയിൽ പണിയെടുക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ തീരദേശ മേഖലയായിട്ട് അത്ര ബന്ധമുണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങൾ രാത്രിയിൽ 2 ഫെഗ് കഴിക്കാറുണ്ട്. പിന്നെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന പീറ്റർ ഏട്ടൻ എന്ന് പറയുന്നത് ഞാൻ ആയിട്ട് ആ സൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ വല്ലപ്പോഴുമൊക്കെ 2 ഫെഗ് കഴിക്കാറുണ്ട്. പിന്നെ അപ്പുറത്ത് കിടക്കുന്ന ബാബു എന്ന് പറയുന്ന ആളെ ഞാൻ തങ്കശ്ശേരിയിൽ അയാളെ ഒരു മോളെ ഇവിടെ അയച്ചതിൻ്റെ പേരിൽ തങ്കശ്ശേരി വന്ന് കണ്ട് പരിചയമുണ്ട്. പിന്നെ അദ്ദേഹം നല്ലവണ്ണം കള്ളും കുടിക്കും, കണ്ടമാനം ബീഡിയും വലിക്കും, കണക്കേ കൂടുതൽ ബീഡി വലിക്കും. പക്ഷെ അതിൽ ആ ബാബുവിൻ്റെ നില ഇച്ചിരി കൂടുതലാണ്.
ഈ പീറ്ററേട്ടനേക്കാളും കൂടുതലാണ്. അദ്ദേഹം കണ്ടമാനം വീഡിയോ വലിക്കും, ഇഷ്ടം പോലെ വീഡിയോ വലിക്കും. പീറ്ററേട്ടൻ മുറുക്കാനും ചോക്കും. ഞാൻ സിഗരറ്റ് വലിക്കും, ഞാൻ ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കും ഒരു ദിവസം, കുറഞ്ഞത് ഒരു പാക്കറ്റ് വലിക്കും. പിന്നെ ഈ പറഞ്ഞ കള്ള് കുടിക്കുമ്പോഴും സിഗരറ്റ് വലിക്കും. അന്നേരം നമ്മൾ സർക്കാരൊക്കെ വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് പുകവലി ഉൽപ്പന്നങ്ങളുടെ പുറത്തും ആൽക്കഹോളിൻ്റെയൊക്കെ പുറത്തും സിനിമയിൽ ഒരു സീൻ കാണിച്ചാൽ പോലെ എഴുതി കാണിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരമെന്ന്. അത് കാണുമ്പോൾ പലപ്പോഴും എനിക്ക് സർക്കാരിൻ്റെ ആ ഒരു ജനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആ ഒരു വ്യഗ്രത കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരാറുള്ളത്. കാര്യം ആ എഴുതി കാണിക്കുന്ന സമയം കൊണ്ട് ഇതൊക്കെ ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ ഈ ഇത്രയും ലേറ്റായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാക്സ് ഹൈക്ക്, ഈ മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയൊക്കെ സാധനത്തിൻ്റെ വില കുത്തനെ ഉയർത്തുന്ന സംവിധാനം കൊണ്ടുവരുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ പഞ്ചസാര ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും വില കൂട്ടണം. ഇതൊക്കെ നമ്മളുടെ ഈ ചെറുപ്പക്കാരിൽ ഈ ഇപ്പോൾ കിടക്കുന്നവരെല്ലാം 60 വയസ്സ് കഴിഞ്ഞവരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അവർ എന്നാലും ചെറുപ്പക്കാരിലും ഇങ്ങനെ സ്ട്രോക്ക് കാണുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം മദ്യപാനവും പുകവലിയും ഈ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അതിനേക്കാളൊക്കെ ഉപരി ഒരു 4 ഇരട്ടിയൊക്കെ സ്ട്രോക്കും ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഈ മദ്യപാനം, പുകവലി. മദ്യം കഴിക്കുന്നവരടുത്ത് എല്ലാവരും പറയും, പുക വലിക്കുന്നവരടുത്താണ് മെയിനായിട്ട് പറയാൻ. കാര്യം പുകയാണ് ഏറ്റവും വലിയ ദൂഷ്യം. മദ്യം കഴിക്കേണ്ട എന്ന് ഡോക്ടർമാർ പറയുന്നില്ല, ഒരു ആവശ്യത്തിന് 2 പെഗ് കഴിക്കാം എന്ന് പറയുന്നുണ്ട്. മദ്യം ഒരു മെഡിസിൻ ആണെന്നാണ് ഡോക്ടർമാരായാലും പറയുന്നത്. ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ചെറിയ രീതിയിൽ മദ്യം കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നുള്ളത്. അത് ഓരോരുത്തരുടെയും ജനിതക സ്വഭാവം അനുസരിച്ചിരിക്കും. കാര്യം ഈ ആൽക്കഹോൾ ശരീരത്തിൽ മാറ്റപ്പെടുന്നത് ലിവറിനകത്താണ്. അന്നേരം ആ ലിവറിൽ സ്ലോ അസറ്റൈലേറ്റേഴ്സ്, ഫാസ്റ്റ് അസറ്റൈലേറ്റേഴ്സ് എന്ന് പറഞ്ഞ 2 ടൈപ്പുണ്ട്. ഈ 2 പേരിലും ഈ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന എഫക്റ്റ് വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കും. അതുകൊണ്ട് മോഡറേറ്റ് കൺസപ്ഷനും മൈൽഡ് കൺസപ്ഷനും ഒന്നും ശരീരത്തിന് നല്ലതല്ല. ഈ അസുഖങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം തന്നെയായിട്ട് തന്നെ കണക്ക് കൂട്ടണം. ഒഴിവാക്കാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ പറയും. എൻ്റെ കൂടെ മദ്യപിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരോടൊക്കെ പറയും ഇത് ഇനിയെങ്കിലും ഒഴിവാക്കി നമുക്ക് കുറച്ചു കാലം കൂടി ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി എടുക്കണ്ടേ എന്നിങ്ങനെ പറയും. അതിൽ ഈ ഒരു സംഭവം ഞാൻ പറയുന്നതിൻ്റെ കാര്യം, ജനങ്ങളിൽ അവബോധം സ്ട്രോക്കിനെ കുറിച്ച് ഉണ്ടാവേണ്ട ആവശ്യകത, സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. രണ്ടാമത്, ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ പരമാവധി ഒഴിവാക്കുക. ഇവർ 3 പേരും പരസ്പരം ഒരുമിച്ചിരുന്ന് ഒരേ സമയത്ത് ഒരേ അസുഖമായി വന്ന് എൻ്റെ മുമ്പിൽ കിടന്നപ്പോൾ എനിക്കതൊരു വളരെ ആകസ്മികത തോന്നിയ ഒരു സംഭവം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്നൊരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ ബോധവാന്മാരായിരിക്കുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണ്, അല്ലാതെ നാട്ടുകാരുടെ കയ്യിലോ സർക്കാരിൻ്റെ കയ്യിലോ അല്ല. സർക്കാരിൻ്റെ സബ്ജക്റ്റാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സർക്കാരൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ ജീവിതചര്യകളും നിങ്ങളുടെ ആഹാര രീതികളും നിങ്ങളുടെ ഹാബിറ്റ്സും നിങ്ങളാണ് മോഡിഫൈ ചെയ്യേണ്ടത്, അല്ലാതെ സർക്കാരല്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.